യുദ്ധത്തിന് പുറപ്പെട്ട് അവിടെ വെച്ച് ധീരയോദ്ധാവാവുന്നതിനേക്കാളും ഷഹീദാവുന്നതിനേക്കാളും നിനക്ക് പുണ്യമുള്ളത് പ്രായമായ ഉമ്മയെയും ഉപ്പയെയും സംരക്ഷിക്കുന്നതാണ് എന്ന്. സുബ്ഹാനല്ലാഹ്. ഷഹീദാവുന്നതിനേക്കാൾ പുണ്യം പ്രായമായ ഉമ്മയെയും ഉപ്പയെയും സംരക്ഷിക്കുന്നതാണ് എന്ന് പറയുമ്പോൾ അത് കേൾക്കുന്ന നമ്മുടെ ഹൃദയങ്ങളിൽ ഉണ്ടാവേണ്ടതുണ്ട്, എന്റെ ഉമ്മ ഉപ്പ എന്റെ ബാധ്യതയാണ്, എന്റെ ബാധ്യതയാണ്. 6ഉം 60ഉം ഒരുപോലെയാകുന്ന ഒരു കാലഘട്ടം വരും. 6 വയസ്സായ കുഞ്ഞ് എങ്ങനെ വാശി കാണിക്കും? 6 വയസ്സായ കുഞ്ഞ് എങ്ങനെ കുറുമ്പ് കാണിക്കും? 6 വയസ്സായ കുഞ്ഞിന്റെ വായിൽ നിന്നും എന്തെല്ലാം വാക്കുകൾ വരും? നമ്മൾ ആരും അവിടെ വേദനിക്കാറില്ല, അല്ലേ? 6 വയസ്സായ കുട്ടി കുഞ്ഞിക്കുമ്പ നിറയെ ഭക്ഷണമൊക്കെ കൊടുത്ത് ബിരിയാണിയൊക്കെ കൊടുത്ത് നമ്മള് കളിക്കാൻ പറഞ്ഞയച്ചാൽ അപ്പുറത്തെ വീട്ടിൽ പോയി പിന്നെയും ഓനൊരു പ്ലേറ്റ് നിറച്ച് ചോറുന്നു, ഇല്ലേ? എന്നിട്ട് ഓള് മതിലിന്റെ അപ്പുറത്ത് നമ്മളോട് പറയും, എടീ അന്റെ കുട്ടിക്ക് ഒന്നും തിന്നാൻ കൊടുക്കലില്ലേ, എത്രങ്ങാനും ചോറാവും തിന്നത് എന്ന്, ഇല്ലേ? മതിലിന്റെ അപ്പുറത്ത് വന്ന് അയൽപക്കത്തുള്ള പ്രിയപ്പെട്ടവള് കൂട്ടുകാരി നമ്മളോട് പറയും, എന്തോരം ചോറാ എന്റെ കുട്ടി തിന്നത്, ഇജ്ജ് എന്റെ പൊരേന്ന് ഒന്നും കുട്ടിക്ക് കൊടുക്കലില്ലേ എന്ന് ചോദിക്കുമ്പോ നമ്മൾ ആ കുഞ്ഞിനെ പിടിച്ചു കൊണ്ടുവന്ന് തല്ലാറില്ല. നീ എന്ത് കടാ കാണിച്ചത്, നിനക്ക് ഞാൻ ഭക്ഷണം തന്നിട്ടില്ലേ, നീ എന്തിനാ അവിടെ പോയി ഭക്ഷണം കഴിച്ചത് എന്ന് പറഞ്ഞ് നമ്മൾ മക്കളെ ഉപദ്രവിക്കാറില്ല, വഴക്ക് പറയാറില്ല, ശാപവാക്കുകൾ പറയാറില്ല. കാരണം അവന് 6 വയസ്സായിട്ടുള്ളൂ, അവന് ചെറിയ കുട്ടിയാ, അവൻ അടിക്കാനായിട്ടില്ല. നമസ്കരിക്കാതിരുന്നാൽ പോലും അടിക്കാൻ പറഞ്ഞ പ്രായം 10 വയസ്സാണ്, അത് നമുക്കറിയാം. അതുകൊണ്ട് നമ്മൾ അടിക്കൂല, അല്ലേ? എന്നാൽ 60 കഴിഞ്ഞ വല്യമ്മ, 60 കഴിഞ്ഞ അമ്മായിയുമ്മ, അല്ലെങ്കിൽ 60 കഴിഞ്ഞ ഉമ്മ, പ്രായമായ ഉമ്മ പ്രായാധിക്യം കൊണ്ട് വീട്ടിലിരിക്കുമ്പോൾ ഒരുപക്ഷെ ഭക്ഷണം വാരി കൊടുക്കേണ്ടി വരും. സ്നേഹമുള്ള കരങ്ങൾ കൊണ്ട് ഭക്ഷണത്തിൽ ഇങ്ങനെ സ്നേഹം ചാലിച്ചുകൊണ്ട് നമ്മൾ വയറ് നിറയെ ഉമ്മാക്ക് ഭക്ഷണം കൊടുത്തു കഴിഞ്ഞ് ആ പാത്രം ഇങ്ങോട്ട് കൊണ്ടുവരുന്നേ ഉണ്ടാവുള്ളൂ. അപ്പോഴാണ് ആര് കയറി വരുന്നത്? ഉമ്മാന്റെ മോള്, നമ്മളെ നാത്തൂന്, ഇല്ലേ? ഉമ്മാന്റെ ഏറ്റവും പ്രിയപ്പെട്ട മോള് നമ്മുടെ നാത്തൂന് കയറി വരുമ്പോ ഉമ്മ കരഞ്ഞുകൊണ്ട് പറയും, ഉമ്മാന്റെ കുട്ടിയെ അമ്മ ഭക്ഷണം കഴിച്ചിട്ട് എത്ര ദിവസമായി എന്നറിയോന്ന്. ഉമ്മ ഭക്ഷണം കഴിച്ചിട്ട് എത്ര ദിവസമായി നിനക്കറിയോന്ന് ചോദിക്കും. അവിടെ 6 വയസ്സായ കുഞ്ഞിനെ നമ്മൾ ഉപദ്രവിച്ചിട്ടില്ല, 6 വയസ്സായ കുഞ്ഞിനെ ഞാൻ അടിച്ചിട്ടില്ല, 6 വയസ്സായ കുഞ്ഞിനെ കുറിച്ച് നീചമായ ഒരു വാക്ക് പോലും, ഒരു ചിന്ത പോലും എന്റെ ഉള്ളിൽ ഉണ്ടായിട്ടില്ല. ഓൻ 6 വയസ്സായിട്ടുള്ളൂ എന്ന് പറഞ്ഞ് ഞാൻ അത് തള്ളിക്കളഞ്ഞുവെങ്കിൽ ആ 6 വയസ്സിലും എന്നെയും എന്റെ ഭർത്താവിനെയോ സംരക്ഷിച്ച് വളർത്തി വലുതാക്കി എന്റെ ഉമ്മയാണ്. ആ ഉമ്മ ഒരു പക്ഷേ ഇഷ്ടമില്ലാത്ത വാക്കുകൾ പറഞ്ഞേക്കാം, ഇഷ്ടമില്ലാത്ത രൂപത്തിൽ എന്നോട് പ്രവർത്തിച്ചേക്കാം. ക്ഷമിക്കണം, അവിടെ ക്ഷമിക്കേണ്ടതുണ്ട്. അതാണ് എന്റെ സ്വർഗം. അവിടെ ക്ഷമിച്ചു കഴിഞ്ഞാൽ എനിക്ക് ലഭിക്കാൻ പോകുന്നത് സ്വർഗമാണ്. പ്രിയപ്പെട്ടവരെ, ദുഃഖം നിറയുന്ന, സങ്കടം നിറയുന്ന പല പല അനുഭവങ്ങളും ക്ലിനിക്കിൽ ഉണ്ടാവാറുണ്ട്. ഈ അടുത്ത ദിവസത്തിൽ ഉണ്ടായ ഒരു അനുഭവം നോക്കൂ നിങ്ങള്. എന്തുകൊണ്ടാണ് നമ്മുടെയൊക്കെ ഹൃദയങ്ങൾ ഇത്രേ ഇടുങ്ങിയതായി തീരുന്നത് എന്ന് ചിന്തിക്കാറുണ്ട്. പരിശുദ്ധ ഖുർആനില് മൂസ അലൈഹിസ്സലാത്തു വസ്സലാമയുടെ പ്രാർത്ഥനയുണ്ട്. അള്ളാഹു പഠിപ്പിച്ചു കൊടുക്കുന്നതാണ് പ്രാർത്ഥന. എന്റെ ഹൃദയം നീ വിശാലമാക്കണമേ, റബ്ബിശ്റഹ്ലി സ്വദരി വയസ്സിർലി അംരി. പ്രിയപ്പെട്ടവരെ, ഫിറൗനിന്റെ അരികിലേക്ക് തൗഹീദ് പറയുവാൻ വേണ്ടി, അള്ളാഹുവിനെ മാത്രം ആരാധിക്കുക എന്ന് പറയുവാൻ വേണ്ടി മൂസ അലൈഹിസ്സലാത്തു വസ്സലാം പുറപ്പെടുമ്പോൾ അവിടെ പ്രാർത്ഥിക്കാൻ പറയുന്നത്, ഞാൻ പറയുന്ന കാര്യം കേൾക്കുവാൻ ഫിറൗനിന്റെ ഹൃദയം വിശാലമാക്കണമേ എന്നല്ല പ്രാർത്ഥിക്കുന്നത്. ഏത് സാഹചര്യം ഉണ്ടായി കഴിഞ്ഞാലും, ഞാൻ എത്തുന്ന സ്ഥലത്ത് ഫിറൗനിന്റെ അടുത്ത് നിന്നും എന്തെല്ലാം അനുഭവങ്ങൾ എനിക്ക് ഉണ്ടാവേണ്ടി വന്നാലും അവയെല്ലാം സഹിക്കാനുള്ള ശേഷി, അവയെല്ലാം ഓവർകം ചെയ്യാനുള്ള കഴിവ് എന്റെ ഹൃദയത്തിന് നീ നൽകണമേ, എന്റെ ഹൃദയത്തെ നീ വിശാലമാക്കണമേ എന്നാണ് പ്രാർത്ഥിക്കാൻ പറഞ്ഞിട്ടുള്ളത്. അത് തന്നെയാണ് എനിക്കും നിങ്ങൾക്കും മാതൃക. ഏത് സാഹചര്യവും ആയിക്കോട്ടെ, ഏത് സാഹചര്യവും ആയിക്കോട്ടെ, എന്റെ ഹൃദയം വിശാലമാണോ, എന്റെ ഹൃദയം വിശാലമാണോ, ഈ അവസരങ്ങളെ എല്ലാം സഹിക്കുവാനും പുറത്തു കൊടുക്കുവാനും എനിക്ക് സാധിക്കും. പ്രിയപ്പെട്ടവരെ, അരികില് വന്ന് കരയുകയാണ് ഒരു മോള്. വിവാഹം കഴിഞ്ഞു, 2 പെൺകുട്ടികളാ, വാപ്പ മരണപ്പെട്ടിട്ടുണ്ട്.
വാപ്പ മരണപ്പെട്ടു. അവളും അവളുടെ അനിയത്തിയുമാണുള്ളത്. അവളുടെ കല്യാണം കഴിഞ്ഞു. കല്യാണം കഴിഞ്ഞത് ഒറ്റ മോനുള്ള ഒരു വീട്ടിലേക്കാ. മോനും ഒരു ഉമ്മയും മാത്രമേ ഉള്ളൂ. ആ മോനെ 2 മാസം ഗർഭിണിയാവുന്ന സമയത്ത് ഉപ്പ ഉപേക്ഷിച്ചു പോയതാണ്. പിന്നെ ആ ഉമ്മയാണ് ഈ മകനെ വളർത്തി വലുതാക്കിയത്. ഉമ്മയും മകനും ഉമ്മയും മാത്രമുള്ള അവരുടേതായ ഒരു കൊച്ചു ലോകം. സ്നേഹം മാത്രം നിറഞ്ഞൊഴുകുന്ന ആ ലോകത്തേക്കാണ് തന്റെ പൊന്നു മകന് മരുമകളായിക്കൊണ്ട് ഇവൾ കടന്നു ചെല്ലുന്നത്. പ്രിയപ്പെട്ടവരെ, അവിടെ തുടങ്ങുകയാണ് ഉമ്മയുടെ സ്വഭാവ വൈകല്യങ്ങള്. എന്തുകൊണ്ട് സംഭവിക്കുന്നു എന്ന് അത്ഭുതം തോന്നിയ നിമിഷങ്ങളായിരുന്നു. ഉമ്മയാണ് 5 നേരം നമസ്കരിക്കുന്നുണ്ട്, ഒരു ദിവസം പോലും തഹജ്ജുദ് ഒഴിവാക്കുന്നില്ല, സദാസമയം കയ്യിൽ തസ്ബീഹ് മാലയുണ്ട്, സദാസമയം നമസ്കാര പായയിലാണ് അവര്. എപ്പോഴും ഇങ്ങനെ അള്ളാഹുവിന്റെ നാമങ്ങൾ ജപിച്ചുകൊണ്ട് നടക്കുന്നവരാണ്. പക്ഷേ സ്വന്തം മകനെ ഹറാമിലേക്ക് പറഞ്ഞയക്കുകയാണ്. എന്തിനാന്നറിയോ? മരുമോള് സങ്കടപ്പെടാൻ വേണ്ടിയിട്ട്. മരുമോള് സങ്കടപ്പെടാൻ വേണ്ടിയിട്ട് സ്വന്തം മകനെ ഹറാമിലേക്ക് പറഞ്ഞയച്ച ഒരു ഉമ്മ. അവളോട് വഴക്കുണ്ടാക്കിയിട്ട്, അവളുമായിട്ട് പ്രശ്നങ്ങൾ ഉണ്ടാക്കി അവളെ പറഞ്ഞയക്കുക അവളുടെ വീട്ടിലേക്ക്. എന്നിട്ട് അവരുടെ തന്നെ കുടുംബങ്ങളിലുള്ള പെൺകുട്ടികളെ, അയൽപക്കത്തുള്ള പെൺകുട്ടികളെ വീടുകളിലേക്ക് ക്ഷണിച്ചു വരുത്തുക. നിങ്ങൾ ഓർത്തു നോക്കൂ, എത്ര ദുഃഖകരമായ അവസ്ഥകളാണല്ലേ. ഇതറിഞ്ഞിട്ട് മരുമകളെ സങ്കടപ്പെടാൻ വേണ്ടി, എന്നിട്ട് മരുമകൾ അത് വിളിച്ചറിയിച്ചു കൊടുക്കുക, അല്ലെങ്കിൽ മരുമകൾ അറിയുന്ന രൂപത്തിൽ ഓരോ പ്രവർത്തനങ്ങൾ ചെയ്യുക. സങ്കടം സഹിക്കാൻ പറ്റാതെ കരയുക. ഇത് പാകിസ്ഥാനിലും ചൈനയിലൊന്നും അല്ലട്ടെയാളെ, നമ്മളെ കൊച്ചു കേരളത്തിൽ, നമ്മളെ മലപ്പുറത്തും കോഴിക്കോടും കണ്ണൂരും കാസർഗോഡൊക്കെ നടക്കുന്ന സംഭവങ്ങൾ തന്നെയാ. ആ പെൺകുട്ടിയുടെ കരച്ചിൽ, അവൾക്ക് ഓടിച്ചെന്ന് പറയാൻ ഒരു ഉമ്മ മാത്രമേ ഉള്ളൂ. വയ്യാതെ കിടക്കുന്ന ഉമ്മയാണ്, ഉമ്മയോട് സങ്കടം പറയാൻ പറ്റൂല. അവളുടെ വിഷമങ്ങൾ കേൾക്കേണ്ടത്, അവളുടെ ഉമ്മയായി മാറേണ്ടത് അവളുടെ ഇണയുടെ ഉമ്മയാണ്. എന്തുകൊണ്ട് സാധിക്കുന്നില്ല? നമ്മൾ ചിന്തിക്കണം, എന്തുകൊണ്ട് സാധിക്കുന്നില്ല? മറ്റൊരു വേളയില് ഞങ്ങളുടെ നാട്ടിൽ നടന്നൊരു സംഭവ. ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ, അയാള് തൊട്ടപ്പുറത്ത്, അയാളുടെ സ്റ്റേഷന്റെ അപ്പുറത്തുള്ള ഒരു വീടിന്റെ മുറ്റത്ത് ഒരു ഉമ്മ കട്ടിലിൽ കിടക്കുന്നുണ്ട് എന്നറിഞ്ഞ് ഓടി ചെല്ലുക. അയാൾ പറഞ്ഞു, ആ ഉമ്മയെ എടുത്തുകൊണ്ടുവന്ന് തന്റെ വീട്ടിൽ കൊണ്ടുവന്ന് സംരക്ഷിക്കുകയാണ്. സംസാരിക്കുമ്പോ അയാൾ ആ കഥ ഇങ്ങനെ ഗദ്ഗദത്തോടു കൂടി പറഞ്ഞു തരുന്നുണ്ട്. 3 പെൺകുട്ടികളും 3 ആൺകുട്ടികളും ഉള്ള ഉമ്മയാണ്. 3 പെൺകുട്ടികളും 3 ആൺകുട്ടികൾക്കും ജന്മം നൽകിയ ഉമ്മ. ചെറുപ്പകാലത്തെ വാപ്പ മരണപ്പെട്ടു. അങ്ങനെ ഈ ഉമ്മ ജോലികൾ ചെയ്തുകൊണ്ട് മക്കളെ വളർത്തുക. മക്കളൊക്കെ പഠിച്ച് മിടുക്കന്മാരായി. 6 പേരും ഗവൺമെന്റ് ഉദ്യോഗസ്ഥരാണ്. 6 മക്കളും, 3 പെൺകുട്ടികളും 3 ആൺകുട്ടികളും ഗവൺമെന്റ് എംപ്ലോയീസ് ആണ്. PSC ലഭിച്ച് ഗവൺമെന്റ് എംപ്ലോയീസ് ആയി വർക്ക് ചെയ്യാം. മക്കളും പേരക്കുട്ടികളൊക്കെ ആയി. ഒടുവില് ഉമ്മാക്ക് വയ്യാത്ത അവസ്ഥ വന്നു. ഉമ്മ വയ്യാണ്ടാവാണ്. ചെറിയ മോന്റെ വീട്ടിലുണ്ടായിരുന്നത്. ചെറിയ മോനും ഭാര്യയും ഗൾഫിലാണ്. അങ്ങനെ 2ാമത്തെ മകന്റെ വീട്ടിലേക്ക് അയക്കുകയാണ് ഉമ്മാനെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ട്. ഉമ്മ കിടപ്പിലാണ്. പരസഹായമില്ലാതെ ഒന്നും ചെയ്യാൻ സാധിക്കില്ല. 2ാമത്തെ മോന്റെ വീട്ടിലാണ് സംരക്ഷണം. പക്ഷെ സംരക്ഷണത്തിന്റെ ചിലവ് മുഴുവൻ ചെറിയ മോൻ അയച്ചു കൊടുക്കണം എന്നാണ് അവർക്കിടയിലുള്ള കരാറ്. കാരണം ഓന് നോക്കണില്ലല്ലോ, അല്ലേ? ചെറിയ മോന് നോക്കണം എന്നൊക്കെ ഉണ്ടല്ലേ? അങ്ങനെയൊക്കെ ഉണ്ടോ? ചെറിയ മോനാണ് ഉമ്മാനിപ്പാന് നോക്കണ്ടേ? അങ്ങനെ ഉണ്ട് നിങ്ങളെ? തറവാട്ടിൽ നിൽക്കാൻ എല്ലാവർക്കും പേടിയാ. ചില പെൺകുട്ടികളൊക്കെ കൗൺസിലിംഗിൽ ഒരു പൊന്നാര ഡോക്ടറുകൾ എന്തെങ്കിലും ഒന്ന് പറഞ്ഞാട്ട് തറവാട്ടിൽ നിന്നൊന്ന് കഴിച്ചിലാക്കി തരണം കേട്ടോ. ചെറിയ മോനെ ചില പെൺകുട്ടികളുടെ കണ്ടീഷനാണ്, ഒറ്റ മോനുള്ള വീട്ടിക്ക് നോ കല്യാണം, ഒറ്റ മോനുള്ള വീട്ടിക്ക് എന്നെ കെട്ടിക്കണ്ട, ചെറിയ മോനെ കൊണ്ട് എന്നെ കെട്ടിക്കേ വേണ്ട. ഇല്ല, ഇത് പറയണത് ആരാന്നറിയോ? പെൺകുട്ടികളെക്കാളും ഇത് പറയാനുള്ളത് പെൺകുട്ടികളുടെ ഉമ്മമാരാ. അവര് മനസ്സിലാക്കുന്നുണ്ടോ എനിക്കും ആ സാഹചര്യം എത്തുമെന്ന്? ഇല്ലേ, എനിക്കും ആ സാഹചര്യം എത്തുമെന്ന്. പഴുത്ത ഇല ചാടുന്നത് കണ്ട് പച്ചില ചിരിക്കേണ്ടതില്ല, പച്ചില കളിയാക്കേണ്ടതില്ല. പച്ചിലെ, നീയും പഴുക്കും, നീയും ഉണങ്ങി തണ്ടിൽ നിന്നും വീണ് താഴെ പറ്റും. അതുകൊണ്ട് അത് കണ്ട് നീ ചിരിക്കേണ്ടതില്ല എന്ന വലിയ പാഠമാണ്. ആ സാഹചര്യത്തിൽ അവരും എത്തും. അപ്പൊ ചെറിയ മക്കളെ സംരക്ഷിക്കണം എന്നുള്ളൊരു വെപ്പാലേ നാട്ടില്.
അങ്ങനുണ്ടോ? അങ്ങനുണ്ടോ? സൗദി അറേബ്യയില് ഒരിക്കലൊരു കോടതിയില് ഒരു വാദം നടന്നുകൊണ്ടിരിക്കുക. ഒരു മകൻ കേസ് കൊടുത്തു. എന്താന്നറിയോ? എനിക്ക് ഉമ്മാനെ നോക്കാൻ തരുന്നില്ല എന്ന് പറഞ്ഞിട്ട്. 2 ആൺകുട്ടികളാ. വലിയ മോനെ ഓൻ തന്നെ ഉമ്മാനെ നോക്കുക. ഓന്റെ അടുത്ത് ഉമ്മാനെ വിട്ടുകൊടുക്കണില്ല ഓന്. അപ്പൊ ഇവൻ പറയാണ്, രണ്ടാമത്തെ മോന് പറയും, എനിക്കും വേണ്ട സ്വർഗം, എനിക്കും കിട്ടണ്ടേ സ്വർഗം, എന്റെ ഉമ്മാനെ സംരക്ഷിക്കാനുള്ള അവകാശം അവസരം എനിക്കും കിട്ടണ്ടേന്ന് നമ്മള് ചിന്തിക്കണം അല്ലെ. 1 മാസം 28 ദിവസം ആകുമ്പോഴത്തേനും വഹിച്ചില്ല, 2 ദിവസം കൂടി ഉള്ളൂ. കാരണം എന്താ? 1 മാസം കഴിഞ്ഞാൽ അടുത്ത വീട്ടിക്ക് പോവാ അല്ലേ? ഓരോ മാസാണല്ലോ ഓരോ മക്കൾക്ക്. പ്രിയപ്പെട്ടവരെ ഓർത്ത് നോക്കണം. വിശക്കുമ്പോ കരയാൻ മാത്രം അറിയാതിരുന്ന ആ സമയത്ത് നേഴ്സ് പ്രസവിച്ച് പിറ്റേ ദിവസം നേഴ്സ് നമ്മളോട് വന്ന് പറയൂലേ, 2 മണിക്കൂർ കൂടുമ്പോ കുട്ടിക്ക് പാല് കൊടുക്കണമെന്ന് അല്ലേ? 2 മണിക്കൂർ കൂടുമ്പോ കുഞ്ഞിന് ഫീഡ് ചെയ്യണം, അല്ലാന്നുണ്ടെങ്കിൽ കുഞ്ഞിന് ഡീഹൈഡ്രേഷൻ വരും, അല്ലെങ്കിൽ കുഞ്ഞിന് മഞ്ഞപ്പിത്തം വരും. അതുകൊണ്ട് അവൻ മൂത്രമൊഴിക്കണം നന്നായിട്ട്. ഡീഹൈഡ്രേഷൻ വരാതിരിക്കണമെങ്കിൽ പാല് നന്നായിട്ട് കുടിക്കണം. 2 മണിക്കൂർ കൂടുമ്പോ ഉണരാൻ നമ്മൾ ആരും അലാറം വെച്ചിട്ടില്ല. അലാറം വെക്കേണ്ട സാഹചര്യം നമുക്ക് ആർക്കും ഉണ്ടായിട്ടില്ല. 12 മണിക്ക് ഉറങ്ങിയാലും 2 മണിയുടെ മുൻപേ നമ്മൾ ഉണർന്നിട്ടുണ്ടാവും. കാരണം എന്താ? എന്റെ കുട്ടിക്ക് എനിക്ക് പാല് കൊടുക്കണം. 2 മണിക്ക് ഉറങ്ങിയാലും 4 മണിക്കുള്ളിൽ ഞാൻ ഉണർന്നിട്ടുണ്ടാവും. കാരണം എന്താ? എന്റെ കുട്ടിക്ക് എനിക്ക് പാല് കൊടുക്കണം. ഇന്നലെ എന്നെ പോയിട്ട് 2 മണിക്കൂർ കൂടുമ്പോ അലാറം വെച്ചോക്കുക. പിറ്റേന്ന് രാവിലെ എണീച്ചാൻ വയ്ക്കും. നമ്മളെ ആണുങ്ങൾക്കൊക്കെ ഇല്ലേടി, ഇന്ന് ഞാൻ പണിക്ക് പോണില്ല, എന്നൊരു ഉഷാറില്ല, എന്നാലും ഉറക്കം തന്നെ കിട്ടിയിട്ടില്ല എന്ന് പറയും ഇല്ലേ? അന്ന് കുഞ്ഞിന് പാല് കൊടുത്തിരുന്ന സമയത്ത് നമ്മൾ ആരെങ്കിലും ജോലിക്ക് പോവാതിരുന്നിട്ടുണ്ടോ? വീട്ടിലുള്ള നമ്മുടെ ജോലികൾ നമ്മൾ ചെയ്യാതിരുന്നിട്ടില്ല. എല്ലാ കർത്തവ്യങ്ങളും, നമ്മൾ നിക്ഷിപ്തമായ ഓരോ കർമ്മങ്ങളും, എല്ലാ ബാധ്യതകളും ആ മുറ പോലെ നാം നിർവഹിച്ചിരുന്നു. പ്രിയപ്പെട്ടവരെ, അത്രയേറെ കഷ്ടപ്പെട്ട് വളർത്തി വലുതാക്കിയ ഉമ്മയാണ്. ഈ ഉമ്മാനെ ഓഹരി വെക്കാനുള്ളതാണോ? ഈ ഉമ്മയെ ഓഹരി വെക്കാനുള്ളതാണോ? ഈ ഉമ്മയെ ഓഹരി വെക്കാനുള്ളതാണോ? ആ ഉമ്മയെയാണ് ഞാൻ നോക്കൂല, എന്റെ 1 മാസം കഴിഞ്ഞ് ഇനി നീ നോക്ക് എന്ന് പറഞ്ഞിട്ട് സ്വന്തം പെങ്ങളെ വീട്ടിൽ കൊണ്ടുപോയിടുക. ഓൾ എന്ത് ചെയ്തു? ഇന്റെ സമയമായിട്ടില്ല എന്ന് പറഞ്ഞിട്ട് കട്ടിലോടെ ആ ഉമ്മാനെ പുറത്തേക്ക് വെക്കുകയാണ്. കട്ടിലോടെ ആ ഉമ്മ കിടക്കുന്ന കട്ടിലോടെ ആ ഉമ്മയെ മുറ്റത്തേക്ക് ഇറക്കി വെക്കുക. 6 മക്കളുള്ള, കഷ്ടപ്പെട്ട 6 മക്കളെ വളർത്തിയ പൊന്നാര ഉമ്മ. നോക്കൂ, ആ ഉമ്മയുടെ ഓർമ്മ നശിച്ചിട്ടില്ല, ചലനശേഷി മാത്രമേ നഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നുള്ളൂ. ഉള്ളിൽ അറിയുന്നുണ്ട്, ആ വേദന ഉള്ളിൽ അനുഭവിക്കുന്നുണ്ട്. അവസാനം നാട്ടുകാര് വന്നു, പോലീസ് വരികയാണ്. നാട്ടുകാർക്ക് നോക്കി നിൽക്കുക. മക്കൾ ഇങ്ങനെ മത്സരിക്കുക, ഇജ് നോക്കിക്കോ, ഇജ് നോക്കിക്കോ, എന്റെ ഊഴ എത്തിയിട്ടില്ല, ഞാൻ നോക്കൂല. ചെറിയ മോൻ ഗൾഫിൽ നിന്ന് വീഡിയോ കോൾ ചെയ്ത് പറയാം, ഞാൻ പൈസ അയച്ചു കൊടുക്കണില്ലേ, പിന്നെന്താ ഇല്ലേ? അവരവര് ചെയ്യുന്ന കാര്യങ്ങളെ കുറിച്ച് ഇങ്ങനെ വീരവാദം മുഴക്കുന്ന 6 മക്കൾ. അവസാനം ഈ പോലീസ് ഉദ്യോഗസ്ഥൻ കൊണ്ടുപോവാണ് ഈ ഉമ്മാനെ. ഞാൻ നോക്കിക്കൊണ്ട് എന്റെ ഉമ്മാനെ, ഞാൻ നോക്കിക്കൊണ്ട് എന്റെ ഉമ്മയായിക്കൊണ്ട് അമുസ്ലിമായ ആ പോലീസ് ഉദ്യോഗസ്ഥൻ കൊണ്ടുപോവാണ്. അങ്ങനെ സംരക്ഷിച്ചു. ഹോസ്പിറ്റലിൽ വെച്ച് ആ ഉമ്മ മരണപ്പെടുക. മരണപ്പെട്ട വേളയില് ഒരു സ്ത്രീ മാത്രമാണ് കരഞ്ഞത്. ആ ഉമ്മയെ പരിചരിച്ചിരുന്ന ഒരു ഹോം നേഴ്സ് ഉണ്ട്. ആ ഉമ്മയുമായി യാതൊരു സ്നേഹബന്ധവും ഇല്ലാതിരുന്ന, ആ ഉമ്മയുടെ കൈകൊണ്ട് യാതൊരു നേട്ടങ്ങളും ലഭിക്കാതിരുന്ന, ആ ഉമ്മയ്ക്ക് വേണ്ടി സഹായങ്ങൾ മാത്രം ചെയ്തു കൊടുത്തിരുന്ന ഹോം നേഴ്സ് ഉണ്ട്. അവര് മാത്രമാണ് ആ ഉമ്മയുടെ മരണവേളയിൽ കരഞ്ഞത്. നിങ്ങൾ ഓർക്കണല്ലേ, എന്തോരം സുഖലോലുപതയിലാ നമ്മളൊക്കെ ജീവിക്കണത്. നമ്മുടെയൊക്കെ ജീവിതം എങ്ങനെയാണെന്ന് ആലോചിച്ച് നോക്കി. നമ്മളൊക്കെ ബന്ധങ്ങൾ തുടങ്ങുന്നത് എങ്ങനെയാ? ഒരു മനുഷ്യൻ ഒറ്റയായി ജനിക്കുന്ന ഒരു മനുഷ്യൻ ഒരു കുടുംബം ഉണ്ടാക്കുകയാണ്. ഉമ്മയും ഉപ്പയും ആകുന്നതിന്റെ ഒക്കെ മുൻപ് നമ്മൾ ഇണകളായി ചേരുകയാണ്. സ്വർഗ പൂങ്കാവനത്തിൽ വെച്ച് തുടങ്ങുന്ന ജീവിതം. ആ ജീവിതം നമ്മൾ ആരംഭിക്കുമ്പോൾ അവിടെ പുരുഷന് സമാധാനവും സംതൃപ്തിയും ലഭിക്കുവാൻ പരിശുദ്ധ ഖുർആൻ നമുക്ക് നൽകുന്ന വാഗ്ദാനമാണ്. എന്തിനാണ് സ്ത്രീയെയും പുരുഷനെയും ഞാൻ ഇണയാക്കി സൃഷ്ടിച്ചത്? പരസ്പരം ആനന്ദിക്കുവാൻ, പരസ്പരം ആഹ്ലാദിക്കുവാൻ, പരസ്പരം സംതൃപ്തി അടയുവാൻ. ഈ സംതൃപ്തിയും ആനന്ദവും ആഹ്ലാദവും ഉണ്ടാകുവാൻ വേണ്ടി സ്ത്രീയെയും പുരുഷനെയും ഒന്നാക്കി ചേർക്കുകയാണ്.
അവിടെ സന്തോഷം ഉണ്ടാവേണ്ടത്, അവിടെ സമാധാനം ഉണ്ടാവേണ്ടത് നിക്കാഹ് എന്ന് അറിയപ്പെടുന്ന പവിത്രമായ കർമ്മത്തിലൂടെ തനാകഹത്തുൽ അസ്ജാർ എന്നാണ് പറയുന്നത്. വേർപിരിക്കാൻ പറ്റാത്ത രൂപത്തിൽ കെട്ടുപിണഞ്ഞു കിടക്കുന്ന മരച്ചില്ലകൾ എന്നാണ് തനാകഹത്തുൽ അസ്ജാറിന്റെ അർത്ഥം. നിക്കാഹ് എന്ന പദത്തിന്റെ മറ്റൊരർത്ഥം എന്താണെന്നറിയോ? മണ്ണിലേക്ക് ഒഴുക്കപ്പെട്ട വെള്ളം എന്നാണ്. ഒരു ഗ്ലാസ് വെള്ളം മണ്ണിലേക്ക് വീഴുക, ആ വെള്ളത്തെ മണ്ണ് കുടിക്കും. ആ വെള്ളം മണ്ണിലേക്ക് അങ്ങ് ഇണങ്ങിച്ചേരും. താഴ്ന്നു പോയാൽ പിന്നെ ആ മണ്ണിൽ നിന്നും വെള്ളത്തെ വേർതിരിക്കാൻ നമുക്ക് പറ്റൂല. ഇത്ര മനോഹരമായ വാക്കുകൾ കൊണ്ടാണ് ഇണകളെ ഉപമിച്ചിട്ടുള്ളത് പരിശുദ്ധ ഇസ്ലാം മതം. ഓർക്കേണ്ടതുണ്ട്. നമുക്ക് സന്തോഷാണോ ഉള്ളത്? നമുക്ക് സംതൃപ്തിയാണോ ഉള്ളത്? നമുക്ക് സമാധാനാണോ ഉള്ളത്? ആ നിക്കാഹ് എന്ന് പറയുന്ന ആ കർമ്മം ഉണ്ടല്ലോ, ആ പരിശുദ്ധമാക്കപ്പെട്ട കർമ്മം, എന്തെല്ലാം പേക്കൂത്തുകളാണ് നമ്മൾ ചെയ്തു കൂട്ടുന്നത് അല്ലേ? ഈ അടുത്ത് കണ്ടൊരു വീഡിയോ ആണ്. കല്യാണം കുറെ ദിവസം ഉണ്ടാവുമല്ലോ അല്ലെ? എത്ര ദിവസം കല്യാണം ഉണ്ടാവില്ലേ? ഒരലില്ലേ? ഞാനൊക്കെ വീഡിയോയിൽ മാത്രമേ ഒരല് കണ്ടിട്ടുള്ളൂ. അരിക്കല്യാണോ? അരിക്കല്യാണോ? അരിയുരുട്ടൽ കല്യാണോ? തമ്പുരാനെ, എന്തെല്ലാം കല്യാണങ്ങളാ അല്ലെ? ലജ്ജ തോന്നുന്ന വിഷയങ്ങളാണ്. പറയാതിരിക്കാൻ പറ്റൂല. കാരണം എന്റെ ക്ലിനിക്കിൽ ഏറ്റവും കൂടുതൽ വരുന്ന കേസുകളിൽ ഒന്ന് ഇപ്പൊ എന്താണെന്നറിയോ നിങ്ങള്? കല്യാണം വേണ്ട എന്ന് പറഞ്ഞ പെൺകുട്ടികളാ. വിവാഹം വേണ്ട എന്ന് പറഞ്ഞു വരുന്ന പെൺകുട്ടികളാ. അല്ലെങ്കിൽ കല്യാണം കഴിഞ്ഞ് 2-3 മാസത്തിനുള്ളിൽ ഐ വോണ്ട് ഡിവോഴ്സ് എന്ന് പറഞ്ഞു വരുന്ന കുട്ടികളാ. കല്യാണം കഴിഞ്ഞ് 2 മാസം കൂടി എനിക്ക് ഡിവോഴ്സ് വേണം, എനിക്കും അവനെ പഠിക്കണില്ല, എനിക്കും അവനെ പറ്റണില്ല. നമ്മൾ ആൺകുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കാനുണ്ട്. ആൺകുട്ടികൾ വരലില്ല കേട്ടോ. ആൺകുട്ടികൾ 2 മാസം കൂടി എനിക്കോളെ വേണ്ട എന്ന് പറഞ്ഞ് വരലില്ല. പക്ഷെ പെൺകുട്ടികൾ നിഷ്ഠൂരം വന്ന് പറയും, ഓൻ എനിക്ക് മാച്ചല്ല, ഓൻ എനിക്ക് ഉൾക്കൊള്ളാൻ പറ്റണില്ല. പെൺകുട്ടികൾ പറയുന്ന ഒരു സാധന, ഓൻ എനിക്ക് ഉൾക്കൊള്ളാൻ പറ്റണില്ല ഡോക്ടറെ എന്ന്. എത്ര മനോഹരായിട്ടാ വസ്ത്രം അഴിച്ച് മാറ്റുന്നത് പോലെ പ്രിയപ്പെട്ട ഈ ഇണയെ മാറ്റുന്നത് എന്നറിയുങ്ങള്. എങ്ങനെ നമ്മള് പെണ്ണുങ്ങൾക്ക് ഇത്രയും കുടുസായ മനസ്സുണ്ടായത്? എങ്ങനെ നമ്മളെ പെൺകുട്ടികളൊക്കെ ഇങ്ങനെ ആയത്? നമ്മൾ ചിന്തിക്കേണ്ടതുണ്ട്. ചലിച്ചു കൊണ്ടുവരിക, കുട്ടികളെ മുഖം ഇങ്ങനെ ഉണ്ടാവും അല്ലേ? ഉമ്മാരിങ്ങോട്ട് വാവളെ എന്ന് പറഞ്ഞ് പിടിച്ചലിച്ച് കൊണ്ടുവരും ക്ലിനിക്ക് അല്ലേ? അങ്ങനെയാണ് പലപ്പോഴും സംഭവിക്കാറുള്ളത്. അങ്ങനെ കൊണ്ടുവന്ന് സംസാരിച്ച് ഞങ്ങൾ നല്ല ഫ്രണ്ട്സായി. അങ്ങനെ എനിക്ക് അവളെ മുടിയൊക്കെ കാണിച്ചു തന്നു. ഭർത്താവിന്റെ അടുത്തേക്ക് പോവല്ലേ, അപ്പൊ അവള് മുടിയൊക്കെ സ്ട്രൈറ്റ് ചെയ്തിട്ടുണ്ട്. മുടിയൊക്കെ ഇങ്ങനെ ചുരുണ്ട മുടിയൊക്കെ സ്ട്രൈറ്റ് ചെയ്ത് നല്ല മൊഞ്ചുള്ള മുടിയൊക്കെ ആക്കിയിട്ടുണ്ട്. അപ്പൊ ഞാൻ ചോദിച്ചു, മൊഞ്ചായിട്ടുണ്ടല്ലേ, ഭർത്താവിന്റെ അടുത്ത് പോവാണല്ലോ, തന്റെ ഇണയുടെ അടുത്ത് പോവാണ്, ഭംഗി കാത്തു സൂക്ഷിക്കേണ്ടത്, ഭംഗി കാണിക്കേണ്ടത് അവന്റെ മുമ്പിൽ മാത്രമാണ്. അതുകൊണ്ട് മൊഞ്ചത്തിയായി അവള് പോവാ. അങ്ങനെ അവൾ അവിടെ എത്തി. ഗൾഫിൽ എത്തിയതിനു ശേഷം എന്നെ ഫോൺ ചെയ്തു. ഞാന് എന്നോടത്ത് ഇങ്ങനെ കുശലാന്വേഷണങ്ങളൊക്കെ പറയുന്നതിനിടയ്ക്ക് വീഡിയോ കോളില് അവളുടെ മുടി ഇങ്ങനെ കാണുന്നുണ്ട്. ഞാൻ പറഞ്ഞു, മൊഞ്ചായിട്ടുണ്ടല്ലോ, നല്ല ഭംഗിയുണ്ടല്ലോ മുടിയൊക്കെ കാണാന്. ഇത് പെർമനന്റ് ആണോ, സ്ഥിരമായിട്ട് ഇങ്ങനെ നിൽക്കോ, അതോ പെട്ടെന്ന് തന്നെ പോവോ? നമുക്ക് അതിനെ കുറിച്ച് വലിയ ഇൽമില്ലാത്തോണ്ടേ ഞാൻ ചോദിച്ചു, ഇത് ഇങ്ങനെ തന്നെ നിൽക്കോ, അതോ പഴയ പോലെ തന്നെ ചുരുണ്ടു പോവോന്ന് ചോദിച്ചു. അപ്പൊ അവള് പറഞ്ഞു, കുറച്ചു കാലൊക്കെ ഉണ്ടാവും, കുറച്ചു കാലൊക്കെ അങ്ങനെ നിൽക്കും, പക്ഷെ ഒരു കാര്യം, കുളിക്കാൻ പറ്റൂല എന്ന് പറഞ്ഞു എന്നോട്. ചോദിച്ചു ഞാന്. കുളിച്ചാൽ അത് പഴയ പോലെ തന്നെ ആവും. അപ്പൊ ഒരാഴ്ചയായി ഇവള് പോയിട്ട്, 1 വീക്കായി ഭർത്താവിന്റെ അരികിലേക്ക് പോയിട്ട്. മുടി അതുപോലെ തന്നെ ഉണ്ട്. അപ്പോ ഒരാഴ്ചയായിട്ട് കാര്യം മനസ്സിലായല്ലോ അല്ലെ? ആ അറിവ് പോലും ആ പെൺകുട്ടിക്കില്ല. മുടി സ്ട്രൈറ്റ് ചെയ്ത മുടി പഴയ പോലെ കേളാവോന്ന് പഠിച്ചിട്ട് ഒരാഴ്ചയായിട്ട് കുളിച്ചിട്ടില്ല. ഒരാഴ്ചയായിട്ട് അവളുടെ തലമുടി നനച്ചിട്ടില്ല. ഒരാഴ്ചയായിട്ട് അവളുടെ നമസ്കാരം സ്വീകരിച്ചിട്ടുണ്ടോ? പഠിച്ചോ സ്വീകരിക്കുന്നുണ്ടോ? ആർക്കറിയാം? ബേസിക് ആയിട്ടുള്ള ആ നോളജ് പോലും നമ്മൾ പഠിപ്പിച്ചു കൊടുക്കാൻ നമുക്ക് സമയമില്ല. നമുക്ക് കല്യാണം ഉണ്ടാക്കണ്ടേ 15 ദിവസം വേണ്ടേ? അറബി കല്യാണം ഉണ്ടാക്കണ്ടേ? പുഴയിലൊക്കെ ഇറങ്ങി കാണാം ഓരോ വീഡിയോസ്. പെൺകുട്ടികളും ഓലെ ചങ്കാളും ഉണ്ടാവും പുഴയിൽ ഇറങ്ങിക്കണേ. എന്നിട്ട് എന്താ, പുഴയിൽ കേക്ക് ഉണ്ടാവും, പുഴയിന്ന് കേക്ക് കട്ട് ചെയ്യാ. ഈ അടുത്ത് കണ്ടൊരു വീഡിയോ ആണ്, വൈന് കുടിക്കുകയാണ് പെൺകുട്ടികൾ എല്ലാരും കൂടെ. അവര് കുടിക്കുന്നത് എന്താണെന്നറിയോ? ബ്രൈറ്റ് ടു ബി അല്ലേ അതിന്റെ പേര് അല്ലെ? ബ്രൈറ്റ് ടു ബി. അങ്ങനെ കുറെ പേരുകളൊക്കെ ഉണ്ട്. ഈ ബ്രൈറ്റ് ടു ബി ഉണ്ടാക്കിയിട്ട് ബ്രൈറ്റ് ടു ബിയിൽ ഇവര് കഴിക്കുന്നത് എന്താണെന്നറിയോ? വൈന.
എന്താ പ്രിയപ്പെട്ടവരെ നടക്കാൻ പോകുന്ന കർമ്മം? നിക്കാഹാണ്. പടച്ചോന്റെ അനുഗ്രഹം ഉണ്ടെങ്കിലേ സന്തോഷത്തിലും സംതൃപ്തിയിലും ഈ പിശാചിന്റെ ഫിത്നയിൽ നിന്നും സംരക്ഷിക്കുന്ന നല്ല സ്വാലിഹായ മക്കളെ ഞങ്ങൾക്ക് നൽകണമേ എന്ന പ്രാർത്ഥന പഠിപ്പിച്ചിട്ടുണ്ട്. എത്ര മക്കൾക്ക് ആ പ്രാർത്ഥന അറിയും? അതിന്റെ മുമ്പ് ഒരു ചോദ്യം, എത്ര ഉമ്മാർക്ക് ആ പ്രാർത്ഥന അറിയും? എത്ര വാപ്പാർക്ക് ആ പ്രാർത്ഥന അറിയും? അല്ലെ? നമ്മൾ ചിന്തിക്കണം. അതുപോലും പഠിപ്പിച്ച മതമാണ് ഇസ്ലാം മതം. നമ്മൾ നമ്മളെ കുട്ടികൾക്ക് അതൊക്കെ പഠിപ്പിച്ചു കൊടുക്കലുണ്ടോ? ഇത്രയേറെ പവിത്രമാണ് മകളെ വിവാഹ ജീവിതം, മകനെ വിവാഹ ജീവിതം എന്ന് പറഞ്ഞു കൊടുക്കാൻ പലപ്പോഴും മറക്കും. ഇത്തരം പേക്കൂത്തുകളുടെ ഒക്കെ പിന്നാലെ ഓടാണ് നമ്മള്. സ്വർണ്ണം ഉണ്ടാക്കാനും ഭക്ഷണം ഉണ്ടാക്കാനും ബുഫേ സിസ്റ്റത്തിന് വേണ്ടിയിട്ടും. ഇങ്ങനെ നമ്മളുടെ ശ്രദ്ധയും ചിന്തയും ഒക്കെ മറ്റു പല കാര്യങ്ങളിലുമാ. മാറി ചിന്തിക്കേണ്ട കാലമായി. കാരണം നമ്മുടെ മക്കൾ ജീവിക്കുന്നത് റോബോട്ടുകളുടെ കാലഘട്ടത്തിലാ, ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ കാലഘട്ടത്തിലാ. അവരുടെ തലച്ചോറിന്റെ കപ്പാസിറ്റി നമ്മളുടെ തലച്ചോറിന്റെ കപ്പാസിറ്റി അല്ല. 1800 ക്യൂബിക് സെന്റിമീറ്റേഴ്സ് ആണ്. അവരുടെ ചിന്താഗതി വേറെയാണ്. മൈ ലൈഫ് മൈ ചോയ്സ് അല്ലേ? നമ്മളെ കുട്ടികളെ ഇതിൽ എത്ര ടീനേജേഴ്സ് ഉണ്ടെന്നൊന്നും എനിക്കറിയില്ല. ന്യൂ ജനറേഷൻ ഈ ലിബറലിസത്തിൽ ജീവിക്കുന്ന മക്കളോടൊത്ത് ചോദിച്ചു നോക്കുക. അവരുടെ വാദമാണ് മൈ ലൈഫ് മൈ ചോയ്സ്. ആയിക്കോട്ടെ, ഞങ്ങളുടെയൊക്കെ ലൈഫ് മൈ ചോയ്സ് തന്നെയാ, അല്ലെ? നമ്മുടെയൊക്കെ ജീവിതം മൈ ലൈഫ് ഈസ് മൈ ചോയ്സ് ആണ്, എന്റെ തീരുമാനമാണ്. പക്ഷേ വാട്ട് ആർ ദാറ്റ് ചോയ്സസ്? എന്തൊക്കെയാണ് ആ ചോയ്സുകൾ? ഞാൻ തെരഞ്ഞെടുക്കുന്ന ചോയ്സുകൾ എന്തൊക്കെയാണ്? ഞാൻ പഠിച്ചു വന്ന ഒരു ആദർശമുണ്ട്. ഞാൻ മനസ്സിലാക്കി വന്ന ഒരു ധാർമ്മികതയുണ്ട്. ആ ധാർമ്മികതയിൽ നിന്നും ആ ആദർശത്തിൽ നിന്നും ലോകത്തിന്റെ ഏത് കോണിലാണെങ്കിലും ഒരു അണുമണി തൂക്കം പോലും വ്യതിചലിക്കാതെ ഞാൻ ജീവിക്കുമെന്ന നിശ്ചയദാർഢ്യമാവണം ആ ചോയ്സ്. ഒരിക്കല് ഒരു സദസ്സിൽ ക്ലാസ് എടുക്കുമ്പോഴേ ടീനേജ് കുട്ടികളെ പെൺകുട്ടികളാ മുൻപിലുള്ളത്. ഒരു പെൺകുട്ടി എഴുന്നേറ്റിട്ട് എന്റെ അടുത്ത് ചോദിച്ചു, അല്ല ഡോക്ടറെ, നിങ്ങൾ എന്തിനാണ് വസ്ത്രധാരണയെ കുറിച്ച് ഇങ്ങനെ ജനറലൈസ് ചെയ്ത് സംസാരിക്കുന്നത്? ആ സദസ്സിൽ ഞാൻ പറഞ്ഞൊരു കാര്യമായിരുന്നു വസ്ത്രത്തെ കുറിച്ച്. മാന്യമായ വസ്ത്രം ധരിക്കണം എന്നുള്ളത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആ പെൺകുട്ടി ചോദിക്കുകയാണ്, എന്തിനാണ് കഴുത്ത് മറക്കണം, മുടി മറക്കണം, ഔറത്ത് മറക്കണം എന്നൊക്കെ പറയണത്? നിങ്ങൾ എന്തിനാ? അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടല്ലേ, നിങ്ങൾ എന്തിനാണ് അതിനെ കുറിച്ച് ഇങ്ങനെ പ്രതിപാദിക്കുന്നത്? ആ ചോദ്യമായിരുന്നില്ല അത്ഭുതം. അവിടെ അത്ഭുതം നിറഞ്ഞ മറ്റൊന്ന്, ആ സദസ്സിൽ ഉണ്ടായിരുന്ന 80% കുട്ടികളും ആ ചോദ്യത്തെ കൈയടിച്ച് പ്രോത്സാഹിപ്പിച്ചു. 80% പെൺകുട്ടികളും ആ ചോദ്യത്തെ അംഗീകരിക്കുകയും കൈയടിച്ച് പ്രോത്സാഹിപ്പിക്കുകയും ചെയ്തു. എന്താ പറയുന്നത്? പരിശുദ്ധ ഇസ്ലാം മതത്തിലെ വസ്ത്രധാരണയ്ക്ക് ഒരു ചിട്ടയുണ്ട്, ഇല്ലേ? നിങ്ങൾ മുഖവും മുൻകൈയും ഒഴികെയുള്ള ബാക്കി ഭാഗങ്ങളൊക്കെ മറച്ച് നടക്കുക, ഔറത്ത് കാണിക്കാതെ നടക്കുക. അത് ഇസ്ലാം നിഷ്കർഷിക്കുമ്പോ ആയിക്കോട്ടെ, ഇസ്ലാമിന്റെ അപ്പുറത്തേക്ക് ഇറങ്ങി നോക്കാം നമുക്ക്. എന്റെ വസ്ത്രം എന്റെ സ്വാതന്ത്ര്യമല്ലേ, ഞാൻ എനിക്ക് ഇഷ്ടമുള്ള വസ്ത്രം ധരിച്ച് നടന്നോട്ടെ. ആ വസ്ത്രധാരണ കാരണം ഉണ്ടാവാൻ പോകുന്ന കോൺസിക്വൻസസ് ഉണ്ട്, ആഫ്റ്റർ എഫക്റ്റ് ഉണ്ട്. അതിനെ തരണം ചെയ്യാൻ കൂടി നമുക്ക് ശേഷി ഉണ്ടാവണം. ഒരു 10 വർഷം മുൻപേ വരെ ഞാൻ മെഡിസിന് പഠിക്കുന്ന സമയത്ത് മുക്കം KMCT മെഡിക്കൽ കോളേജിലാണ് ഞാൻ മെഡിസിന് പഠിച്ചത്. ആ സമയത്ത് വരെ മെഡിക്കൽ കോളേജിൽ അബോർഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് വരാറുണ്ടായിരുന്നത് 25-നും 30-നും കൂടുതൽ അബോർഷന് വേണ്ടി വരുന്നത് 8ാം ക്ലാസ് മുതൽ +2 വരെയുള്ള കുട്ടികളാ. 8ാം ക്ലാസ് മുതൽ +2 വരെയുള്ള കുട്ടികളാ. ആണയിട്ട് എനിക്ക് പറയാൻ പറ്റും, ഓരോ ദിവസവും എന്റെ ക്ലിനിക്കിൽ എത്ര കുട്ടികളാ വരാറുള്ളതെന്നറിയോ? സംസാരിച്ചൊക്കെ കഴിഞ്ഞ 8-ലും 9-ലും പഠിക്കുന്ന കുട്ടികൾ അവസാനം പറയും, ഡോക്ടറെ ഒരു കാര്യം കൂടെ പറയാനുണ്ട്, എനിക്ക് പീരീഡ്സ് ആയിട്ടില്ലട്ടോ എന്ന്. തുറന്ന് പറയും, എനിക്ക് പീരീഡ്സ് ആയിട്ടില്ലട്ടോ എന്ന്. നമ്മളെ കുട്ടികൾ ചോദിക്കണ ചോദ്യാ, എന്താപ്പന്റെ കഴുത്ത് കുറച്ച് കണ്ടാ പ്രശ്നം? എന്താപ്പന്റെ മുടി കുറച്ച് കണ്ടാ പ്രശ്നം? മൈ ലൈഫ് മൈ ചോയ്സ് അല്ലേ? എന്താപ്പ ഞാൻ ജീൻസും ക്രോപ്പ് ടോപ്പും ഇട്ടാ പ്രശ്നം? എന്താപ്പന്റെ ശരീരം കുറച്ച് കണ്ടാ പ്രശ്നം? എന്താപ്പ ഞാൻ വൈകുന്നേരം ബോയ് ഫ്രണ്ടിന്റെ കൂടെ പുറത്തു പോയാ പ്രശ്നം? എന്താ ഞാനൊന്ന് ഓനെ തൊട്ടാ പ്രശ്നം? ഒരു പ്രശ്നമില്ല. അവസാനം ഊരാ കുടുക്കില് പോയി ചാടും. അതിൽ നിന്നും കരകയറ്റാൻ ആർക്കും സാധിക്കുകയില്ല. പ്രിയപ്പെട്ടവരെ, എത്ര പെൺകുട്ടികളുടെ ജീവനാണെന്നറിയോ നഷ്ടപ്പെടുന്നത്? എത്ര പെൺകുട്ടികളുടെ ജീവിതമാണെന്നറിയോ നഷ്ടപ്പെടുന്നത്? അതിനൊക്കെയുള്ള ജീവിതമാർഗം സാഹചര്യങ്ങൾ ഉണ്ടാക്കരുത് എന്ന, തെറ്റ് ചെയ്യരുത് എന്ന് പറയുന്ന കൂടെ തന്നെ പരിശുദ്ധ ഇസ്ലാം പറയുന്നത് നിങ്ങൾ അതിനുള്ള സാഹചര്യവും ഉണ്ടാക്കരുത് എന്നാ.
10 വർഷങ്ങൾക്ക് മുൻപേ ഞാൻ എന്റെ മെഡിക്കൽ കോളേജിൽ നിന്ന് ടൂർ പോയി. എന്റെ ഫ്രണ്ട്സിന്റെ ഒക്കെ കൂടെ റെസിഡൻഷ്യൽ ടൂർ പോയി. 10 ദിവസം കഴിഞ്ഞിട്ട് ഞങ്ങൾ മടങ്ങി വന്നു. ആരോഗ്യകരമായി മടങ്ങി വന്നു. ആൺകുട്ടികൾ പെൺകുട്ടികളുടെ ശരീരത്തിലോ പെൺകുട്ടികൾ ആൺകുട്ടികളുടെ ശരീരത്തിലോ ഒന്ന് തൊടുക പോലും ചെയ്യാതെ. ഈ കാലഘട്ടത്തിൽ നമ്മളെ മക്കളോടൊക്കെ ഒന്ന് എടുത്ത് ചോദിച്ചു നോക്കുക. പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും തൊടുക പോലും ചെയ്യാതെ നമ്മളെ കുട്ടികൾക്കൊക്കെ ടൂർ പോവാൻ പറ്റുന്നയാളെ. ഈ അടുത്തൊരു +2 സ്കൂളിലെ ഒരു +2ലെ സെൻഡ് ഓഫ് പാർട്ടി കണ്ടു. പാർട്ടിയുടെ വീഡിയോ. ആൺകുട്ടികളൊക്കെ പെൺകുട്ടികളെ മടിയിലാ കിടക്കുന്നത്, പെൺകുട്ടികളൊക്കെ ആൺകുട്ടികളെ തോളിൽ കയറി കുത്തിർക്കുക. എന്താ അതിന് പ്രശ്നം? എന്റെ ബെസ്റ്റ് അല്ലേ? എന്താ അതിന് പ്രശ്നം? ഇന്റെ ചങ്കല്ലേ എന്നാണ് ചോദ്യം. പ്രിയപ്പെട്ടവരെ, ഈ പെണ്ണും ആണും വ്യത്യസ്തരാ. അവര് രണ്ടുപേരും അന്യരാണ്. സ്ത്രീയുടെ ശരീരത്തിൽ ഈസ്ട്രജൻ ഉണ്ട്, കൗമാര പ്രായമാണ്. ഈസ്ട്രജൻ എന്ന് പറയുന്ന സെക്ഷൽ ഹോർമോൺ അതിന്റെ പീക്കിൽ നിൽക്കുന്ന സമയമാണ്. ആണുങ്ങൾക്കായിക്കോട്ടെ ടെസ്റ്റോസ്റ്ററോൺ എന്ന് പറയുന്ന സെക്ഷൽ ഹോർമോൺ അതിന്റെ പീക്കിൽ നിൽക്കുന്ന സമയമാണ്. അവിടെ ചീത്ത ചിന്തകൾ പ്രവർത്തിക്കും. നമ്മൾ ഓർക്കേണ്ടതുണ്ട്. അല്ലാഹു റസൂൽ കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്നുണ്ട്, അന്യനായ പുരുഷന്റെ ശരീരത്തിൽ നീ സ്പർശിക്കുകയാണ് എങ്കിൽ, അന്യയായ ഒരു സ്ത്രീയുടെ ശരീരത്തിൽ നീ സ്പർശിക്കുന്നത് ഒരു ആണി നിന്റെ തലയിലേക്ക് അടിച്ചിറക്കുന്നത് പോലെയാണ്. ഇന്ന് നിങ്ങളുടെ അടുത്ത് വരുന്നതിന് മുൻപ് കുറച്ച് ടീനേജ് കുട്ടികളോടാ ഞാൻ സംവദിച്ചിട്ട് വരുന്നത്. അവരടുത്ത് പറഞ്ഞപ്പോ മുമ്പിലുള്ള ഒരു കുട്ടി നീച്ചുന്നിട്ട് പറയാം, ഡോക്ടറെ ഞങ്ങളെയൊക്കെ തലയിൽ നിന്ന് നിറച്ച ആണികളെ കാരണം. ഞങ്ങളെയൊക്കെ തലയിൽ നിന്നാല് നിറയെ ആണികളായിരിക്കുന്നു, ഇനി ആണി അടിക്കാൻ സ്ഥലം ഉണ്ടാവില്ലാന്ന്. എണീറ്റ് നിന്ന് നമ്മളെ പെൺകുട്ടികൾ അത് പറയുന്നുണ്ടെങ്കില് ഷെയ്ക്കാൻഡ് തരുമ്പോ കെട്ടിപ്പിടിക്കാൻ ഷെയ്ക്കാൻഡിലൊന്നും അല്ല, ഹഗ്ഗിലാണ് അല്ലേ? ഹഗ് ചെയ്യാന്ന് കെട്ടിപ്പിടിക്കുകയാണ്. അതൊക്കെ മിനിമാ. നമ്മളെ പെൺകുട്ടികളുടെ ആൺകുട്ടികളുടെ ഇടയിൽ നടക്കുന്ന മിനിമം പ്രോസസ്സുകളാ. ഈ ഹഗ് ചെയ്യാൻ വരുമ്പോ നോ പറയാൻ നമ്മുടെ പെൺകുട്ടികളെ പഠിപ്പിക്കുക. തെറ്റിലേക്ക് പോകുന്നതിന് മുൻപ് അതിനുള്ള സാഹചര്യമേ എന്റെ കുഞ്ഞുണ്ടാക്കരുത്. മാന്യമായ വസ്ത്രം ധരിക്കുവാൻ മക്കളെ ശീലിപ്പിക്കുക. അത് കൗമാരത്തിൽ എത്തിയിട്ടല്ല, അവളുടെ ശരീരം വളർന്നിട്ടല്ല, അതിന്റെ മുൻപേ ചെറുപ്രായത്തിലേ ശീലിപ്പിക്കുക. എന്താണ് അതിന്റെ പ്രാധാന്യമെന്ന് പറഞ്ഞ് പഠിപ്പിക്കുക. ചീത്ത പറഞ്ഞ് വഴക്ക് പറഞ്ഞ് ഇങ്ങനെ നീ ധരിക്കണമെന്ന് പറഞ്ഞ് വാശി പിടിക്കുന്നതിന് പകരം മനോഹരമായ ഭാഷയിൽ, സ്നേഹത്തിന്റെ ഭാഷയിൽ ചേർത്ത് പിടിച്ചുകൊണ്ട് മക്കൾക്ക് പഠിപ്പിച്ചു കൊടുക്കുക. മാതൃകകളാവുക. എന്റെ ഉമ്മ നല്ല വസ്ത്രം ധരിക്കുന്നവളാണോ? ഒബ്വിയസ്ലി, സ്വാഭാവികമായും ഞാനും ആ വസ്ത്രധാരണയായിരിക്കും സ്വാംശീകരിക്കപ്പെടുന്നത്. എന്റെ വീട്ടിൽ ധാർമ്മികതയുണ്ടോ? ഞാനും ആ ധാർമ്മികതയിലൂടെ ജീവിക്കുന്നവളായിരിക്കും. എന്റെ വീട്ടിൽ നല്ല വാക്കുകൾ മാത്രമാണോ എന്റെ പ്രിയപ്പെട്ടവരുടെ വായിൽ നിന്നും വരുന്നത്? എങ്കിൽ എന്റെ വായിൽ നിന്നും നല്ല വാക്കുകൾ മാത്രമായിരിക്കും പുറത്തേക്ക് വരുന്നത്. അതാണ് മാതൃക എന്ന് പറയുന്നത്. എന്തുകൊണ്ടാ ഓരോ ദിവസം വിവാഹം വേണ്ട എന്ന് പറഞ്ഞിട്ട് പെൺകുട്ടികളെ കൊണ്ടുവരുന്നത്? അവര് തെറ്റുകളിലേക്ക് പോകുന്നത് എന്തുകൊണ്ടാ? കല്യാണം കഴിക്കാൻ പൂതിയില്ല, കല്യാണം കഴിക്കണ്ട. നോക്കൂ, വർഷങ്ങൾക്ക് മുൻപ്, ഏകദേശം 10-15 വർഷങ്ങൾക്ക് മുൻപേ എന്റെ ഉമ്മൂമ്മ എഴുതിയ ചില വരികളുണ്ട്. അതിങ്ങനെയാണ്: എന്തിനാണ് പൊന്നിലെ പൂവണിഞ്ഞ് നിൽക്കണ്, എപ്പോഴാണ് കാറ്റ് വന്ന് താലി നിന്നെ കെട്ടണ്, ആടിടും തെങ്ങോലയിൽ താളമിട്ട് മേളമിട്ട് പൂങ്കുയില് പാടണ, താമര മാരനെന്തേ ഇത്ര താമസിക്കണ. അതായത് ഈ ഗാനത്തിന്റെ ഒരു പശ്ചാത്തലം എന്ന് പറയുന്നത്, സ്ത്രീധന കുറവ് മൂലം മംഗല്യ സൗഭാഗ്യം ലഭിക്കാത്ത ഒരു പെൺകുട്ടി, ആ പെൺകുട്ടിയുടെ യാതന, ആ പെൺകുട്ടിയുടെ സങ്കടം പാടുകയാണ്. ഈ 15 വർഷങ്ങൾക്ക് ഇപ്പുറം ഇന്ന് ഞാനൊരു സദസ്സിൽ ആ പാട്ടുപാടയിൽ ഒരു പക്ഷെ എനിക്ക് ഏറിട്ടു, എന്നെ കല്ലെടുത്തെറിയും. കാരണം എന്താ? ഇതിന്റെ അവസാന വരികൾ പറയണത് എന്താ? താമരപ്പൂ മാരൻ എന്തേ ഇത്ര താമസിക്കണേന്ന്. പൊന്നാരണ്ട പടപ്പുകളെ, ആർക്കാ താമരപ്പൂമാരനെ വേണ്ടത്? ആർക്ക് വേണം താമരപ്പൂമാരനെ? അത് പണ്ടായിരുന്നു. ഇപ്പൊ താമരപ്പൂമാരനൊന്നും ആർക്കും വേണ്ട ഇപ്പോഴത്തെ കുട്ടികൾക്ക്. കാരണം എന്താ? ചായ ഉണ്ടാക്കി കൊടുക്കണ്ടേ, അവന്റെ ഡ്രസ്സ് അലക്കി കൊടുക്കണ്ടേ, അവന്റെ ഡ്രസ്സ് അയൺ ചെയ്ത് കൊടുക്കണ്ടേ,
ഇതെല്ലാം വലിയ ഭാരമായി തോന്നുകയാണ്. ഇതൊക്കെ എന്നെ അടിച്ചമർത്തപ്പെടുകയാണോ, ഞാൻ അടിമയായി തീരുകയാണോ എന്ന ചിന്ത ഉള്ളിൽ ഇങ്ങനെ ലിബറൽ വാദികളും ഫെമിനിസം എന്ന് പറയുന്ന ടോക്സിക് ചിന്താഗതിയുള്ളവരും മനസ്സിന്റെ ഉള്ളിലേക്ക് ഇങ്ങനെ ഇട്ടുകൊടുക്കുകയാണ്. ഇല്ലേ? ഫെമിനിസം നല്ലതാ, തുല്യത, ആണിനും പെണ്ണിനും തുല്യ അവകാശം. പരിശുദ്ധ ഇസ്ലാം മതം ആ ഫെമിനിസത്തെ ഏറ്റവും കൂടുതൽ പ്രാധാന്യം നൽകുന്ന മതമാണ്, അല്ലേ? പെൺകുട്ടികൾ ജനിക്കുമ്പോ ജീവനോടെ കുഴിച്ചു മൂടിയ ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു പ്രിയപ്പെട്ടവരെ. ആ കാലഘട്ടത്തിലാണ് പ്രിയപ്പെട്ട ബീവി ഖദീജ റളിയല്ലാഹു അൻഹ ഹബീബായ മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കുഞ്ഞിന് ജന്മം നൽകുന്നത്. ആ വേളയില് സ്വദേശികൾ മുഴുവൻ ഓടി വന്ന് നോക്കുകയാണ്. കുഞ്ഞ് ജനിക്കാൻ പോവാ, ആൺകുട്ടിയെ പ്രതീക്ഷിച്ചിരിക്കുകയാണ്. കാരണം പെൺകുട്ടി അപമാനമാണ്, പെൺകുട്ടി പിറന്നാൽ അതിനെ ജീവനോടെ കുഴിച്ചു മൂടണം. അങ്ങനെ കുഞ്ഞു കരച്ചില് കേട്ടു, കുഞ്ഞ് ജനിച്ചു. എല്ലാവരുടെയും മുഖം വിവർണമാവാണ്. കാരണം എന്താ? കുഞ്ഞ് പെൺകുഞ്ഞാണ്. സൈനബ് ബീവി ജനിക്കുകയാണ്. കുഞ്ഞ് പെൺകുഞ്ഞാണ്. ഹബീബിന്റെ അരികിലേക്ക് ഓടിച്ചെന്ന് ദുഃഖവാർത്ത അറിയിക്കുക നാട്ടുകാര്. ഹബീബെ, ഖദീജ ബീവി പ്രസവിച്ചിട്ടുണ്ട്, പക്ഷേ പെൺകുട്ടിയാണ്. പ്രിയപ്പെട്ടവരെ, ജാഹിലിയ കാലഘട്ടത്തിൽ പെൺകുഞ്ഞിനെ ജീവനോടെ കുഴിച്ചു മൂടുന്ന കാലഘട്ടത്തിൽ ഹബീബായ മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഓടി വന്നുകൊണ്ട് തന്റെ പിഞ്ചോമന പെൺകുഞ്ഞിനെ വാരിയെടുത്ത് ഉമ്മ കൊടുത്ത് കെട്ടിപ്പിടിച്ച് നാട്ടുകാർക്ക് മാതൃക കാണിക്കുകയാണ്. ഇതെന്റെ പെൺകുട്ടിയാണ്.